വട്ടാണെന്ന് വരെയും പറഞ്ഞവരുണ്ട്. അതെല്ലേ? എന്നിട്ട് എന്നുവെച്ചാൽ നമ്മള് എന്തുണ്ടാക്കി കാണിച്ചാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ആദ്യം ഈ വണ്ടി ഉണ്ടാക്കിയ സമയത്ത് ഇത് പോലീസ് പിടിക്കില്ലേ എന്നുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയതിന് ഒരു പ്രാധാന്യമല്ലേ കൊടുക്കണം. നമ്മൾ അത് കൊണ്ടുനടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പിന്നെ അതിനില്ലാത്ത പോരായ്മകളും. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു സൈക്കിൾ പോലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നിട്ടും നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പൊ അത് നമുക്കൊരു വാശിയാണ്. കാരണം നമ്മൾ ചെയ്യണ ഒരു സാധനം മറ്റുള്ളൊരാൾ പോരായ്മ പറയുമ്പോൾ നമ്മുടെ വർക്കിനുണ്ടാവുന്ന ഒരു പോരായ്മയാണല്ലോ. അപ്പൊ ആ പോരായ്മ നികർത്തിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണേ. അത് ഫൈറ്റ് ചെയ്യും, കാരണം നമ്മൾ ഇതിന്റെ അകത്ത് വെട്ടുപോയല്ലേ. പക്ഷെ എന്നാലും ഓവർ ദി ഇയേഴ്സ് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ അത്യാവശ്യം റെക്കഗ്നിഷൻസ് കിട്ടുന്നുണ്ട്, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഷോ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആൾക്കാരുടെ മെന്റാലിറ്റി നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല? മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ മുഖത്ത് പോലും നോക്കാറില്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞവരൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ബീറ്റിൽ ചെയ്ത സമയത്ത് അത്യാവശ്യം എല്ലാ ചാനലിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അയൽവക്കത്തുള്ള ആൾക്കാർക്കൊന്നും ശരിക്കും നമ്മളെ ഇങ്ങനെ ചെയ്യണതിലൊന്നും വലിയ താല്പര്യമില്ല, നന്നാവുന്ന കണ്ടുകൂടാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പം വീഡിയോ ചെയ്ത് വൈറലായി സിനിമയിൽ നിന്നും കുറെ നടീനടന്മാരൊക്കെ കാണാനൊക്കെ വന്നായിരുന്നു. അപ്പൊ ഈ ആൾക്കാർ വരുമ്പോഴത്തേക്കും, പുറത്തുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇവർക്ക് വരണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന ആളായത് കൊണ്ട്, നമ്മളെ കാണാൻ വന്ന ആളായത് കൊണ്ട് ഇവർക്ക് വരാനായിട്ടൊരു ബുദ്ധിമുട്ട്. എന്നിട്ട് ദൂരെ നിന്നൊക്കെ നോക്കി കാണും.